നമ്മളെ അടുത്തുള്ള ഏത് ശിവന്റെ അമ്പലത്തിൽ പോയിട്ടാണെങ്കിലും ഈ വഴിപാട് കഴിച്ചിട്ടുണ്ടെങ്കിൽ നടക്കും നമ്മൾ വിചാരിച്ച കാര്യം എന്ന് 100% ഉറപ്പാണ്. ഹായ് ഹലോ, രാജി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. ഇന്ന് ഞാൻ പറയാനായിട്ട് പോണതേ നമ്മളെ ശിവഭഗവാന് നമ്മൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ജീവിതത്തിലെ ഒരുപാട് ആഗ്രഹങ്ങളാണ് അല്ലേ, ഒരുപാട് ബുദ്ധിമുട്ടുകളാണ്. ചിലവർക്ക് സന്താനങ്ങളില്ലാത്തൊരു സങ്കടമാണ് അല്ലേ, ചിലവർക്ക് കുട്ടികളെ പഠിപ്പിച്ചിട്ട് ഉന്നതമായ വിജയം കൈവരിക്കാൻ അതില്ലാത്ത, അയ്യോ കുട്ടി പഠിക്കുന്നില്ല, അങ്ങനെ ഒരു സങ്കടം, ഒരു വീട്, എന്താണോ നിങ്ങൾക്ക് ആഗ്രഹം. അതിനായിട്ട് ഞാൻ ചെറിയൊരു കഥ പറഞ്ഞു തരാം. ഒരു ദമ്പതിമാരുണ്ടായിരുന്നു, കല്യാണമൊക്കെ 20 22 വയസ്സ് സമയമൊക്കെ ആയിരുന്നു. ആണിന് 22 വയസ്സ്, പെണ്ണിന് 20 വയസ്സ്, അങ്ങനെ കല്യാണം കഴിഞ്ഞു. അവർക്ക് 45 വയസ്സ് വരെ അവർക്ക് കുട്ടികളും മക്കളും ഒരു ഭാഗവും ഇല്ല. അവർ പോവാത്ത അമ്പലവും ഇല്ല, കഴിക്കാത്ത വഴിപാടും ഇല്ല. പക്ഷെ അവർക്ക് സന്താന ഭാഗ്യം ഇല്ല എന്ന് തീരുമാനിച്ചിട്ട് അവരങ്ങനെ നടക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു തിരുമേനി അവരുടെ അടുത്ത് കണ്ടുമുട്ടി. അമ്പലങ്ങളിൽ ഇങ്ങനെ നടക്കുമ്പോൾ തിരുമേനിയെ കണ്ടു. അപ്പൊ തിരുമേനി പറഞ്ഞു കൊടുത്തൊരു വഴിപാടാണ്. അത്ഭുതം എന്ന് പറയട്ടെ, 45-ാമത്തെ വയസ്സിൽ ആ സ്ത്രീക്ക് കുട്ടികൾ ഉണ്ടായി, ഇരട്ട കുട്ടികള്. പിന്നെ അറിയാലോ, 45 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഒരു സ്ത്രീ അങ്ങനെ പ്രസവിക്കുകയൊന്നും ചെയ്യില്ല. 50 ചിലവര് ദുർലഭമാണ് 50-ലൊക്കെ. അപ്പോൾ അവർക്ക് ഇരട്ട കുട്ടികൾ ഉണ്ടായി. ഇപ്പോഴും ആ കുട്ടികളെ എനിക്ക് അറിയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഉള്ളൊരു കാര്യമാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. അത് എന്താന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു പുഷ്പാഞ്ജലിയുടെ കാര്യമാണ്. ഒരു പുഷ്പാഞ്ജലി വെച്ചാൽ നമ്മളെ ശിവന്റെ അമ്പലത്തില്, ഏത് ശിവന്റെ അമ്പലമായാലും വേണ്ടില്ല, നമ്മളെ അടുത്തുള്ള ഏത് ശിവഭഗവാന്റെ അമ്പലത്തിലും കഴിക്കാവുന്നൊരു വഴിപാടിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോണത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്നോ, രാവിലെ കുളിച്ച് ശുദ്ധിയോട് കൂടിയിട്ട് അമ്പലത്തിലേക്ക് നമ്മൾ പോകണം. അപ്പൊ നന്ദി ഭഗവാൻ ഉണ്ടാവും, ശിവനുള്ളിടത്തൊക്കെ നന്ദി ഭഗവാൻ ഉണ്ടാവും, അങ്ങനെയാണ് വിശ്വാസം. ഇനി നന്ദി ഭഗവാൻ ഉള്ള ക്ഷേത്രമാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം. ഇല്ലെങ്കിൽ അവിടെ നമ്മൾ എങ്ങായാലും പോകുമ്പോൾ ഒരു പിടി പുഷ്പം കൊണ്ട് പോകണം നമ്മൾ അമ്പലത്തിലേക്ക് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആദ്യത്തെ ദിവസം പോകുമ്പോൾ തന്നെ കുളിച്ച് വ്രതശുദ്ധിയോട് കൂടി ഭഗവാനോട് നമ്മൾ ആഗ്രഹം മനസ്സിരുത്തിയിട്ട് നമ്മൾ നടക്കും തന്നെ വിചാരിച്ചിട്ട് വേണം പോവാൻ. നടക്കില്ല, എനിക്ക് അതൊന്നും സാധിക്കില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾക്ക് എന്ത് കാര്യമാണോ നടക്കാൻ എന്നുള്ളത് ആ കാര്യം നിങ്ങൾ മനസ്സിൽ വിചാരിച്ച് ശിവന്റെ അമ്പലത്തിൽ പോവുക ആദ്യത്തെ ദിവസം. അപ്പൊ നമ്മളൊരു പിടി പൂവും കൊണ്ട് പോവുക, നന്ദി ഭഗവാന്റെ നടക്കിൽ വെച്ച് തൊഴുത് പ്രാർത്ഥിക്കുക. അവിടെ ആരാണോ മാല കെട്ടണ വെച്ചാൽ അവര് കെട്ടിക്കോളും. അന്നത്തെ ദിവസം നമ്മൾ കെട്ടണ അമ്പലങ്ങൾ ദുർലഭമാണ്. അപ്പൊ കാര്യമായിട്ട് അവിടെ വാരസ്യന്മാര് മാല ചാർത്തണുണ്ടാവും. അപ്പൊ അവര് കെട്ടിക്കോളും. അപ്പൊ നിങ്ങൾ അവിടെ കൊണ്ടുപോയി വെച്ചാൽ മതി ശുദ്ധമായിട്ട് പുഷ്പം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ശിവന് പിൻവിളക്കാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ ശിവവിഗ്രഹത്തിന്റെ പിന്നിൽ ഇങ്ങനെ തെളിഞ്ഞൊക്കെ, അതൊരു ഗ്ലാസിന്റെയാണ്, കണ്ടിട്ടില്ലേ? ഒരുപാട് തിളങ്ങി നിൽക്കണ സംഭവം കണ്ടില്ലേ? അത് നമുക്ക് എന്താ പറയുക, പാർവതി ദേവിയാണ്. അത് നമ്മളെ സങ്കല്പം. അത് നമ്മൾ പിന്നെ അന്ന് നമ്മൾ ചെയ്യേണ്ടത് ഒരു പിൻവിളക്കും കഴിക്കുക. പിന്നെ ആയുർ സൂക്ത പുഷ്പാഞ്ജലി പറഞ്ഞിട്ടൊരു പുഷ്പാഞ്ജലി, നല്ല ശക്തിയേറിയ പുഷ്പാഞ്ജലിയാണ്. ആ പുഷ്പാഞ്ജലിയും കൂടി നമ്മൾ അവിടെ പോയിട്ട് വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കുക. അപ്പൊ അത് ഏത് ദിവസങ്ങളിലാണ് കഴിക്കേണ്ടത് വെച്ചിട്ട് പറഞ്ഞുതരാം. തിങ്കളാഴ്ച ദിവസമാണ് ഉത്തമം. ഇനി നമുക്ക് ശനിയാഴ്ച ദിവസവും കഴിക്കാം. തിങ്കളും ശനിയും മാത്രമേ ആ വഴിപാട് കഴിച്ചാലാണ് കൂടുതൽ ഫലസിദ്ധി കിട്ടുക. അപ്പൊ നമ്മളത് രാവിലത്തെ നേരം കഴിക്കേണ്ടത് തന്നെയാണ്. അത് വൈകുന്നേരങ്ങളിലല്ല, രാവിലെ തന്നെയാണ് അത് കഴിക്കേണ്ടത്. പക്ഷെ അത് നമ്മൾ ഒരു ദിവസം അല്ല കേട്ടോ കഴിക്കേണ്ടത്. ഈ ആഴ്ച തിങ്കളാഴ്ചയാണോ ശനിയാഴ്ചയാണോ നിങ്ങൾക്ക് സൗകര്യം, നിങ്ങൾ തിരഞ്ഞെടുത്തോ. തിങ്കളാഴ്ച ഉത്തമാട്ടോ, ശിവഭഗവാൻ ഉത്തമാണ്, മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ തിങ്കളാഴ്ചയാണ് ഏറ്റവും ഉത്തമം. ശനിയാഴ്ചയും പോവാം, സാധിക്കാത്തവർക്ക് ശനിയാഴ്ചയും പോവാം. പക്ഷെ നമ്മൾ 3 ആഴ്ചകളിൽ തുടർന്ന് പോകണം. ഈ ആഴ്ച വഴിപാടൊക്കെ കഴിച്ച് നമ്മൾ പ്രസാദമൊക്കെ വാങ്ങി പോകുന്ന ആ പ്രസാദം നമ്മൾ ഭഗവാനോട് മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. നമുക്ക് വേണ്ട കാര്യം എന്താ വെച്ചാൽ തൊഴുത് ഭഗവാനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് നമ്മൾ തിരിച്ചു പോരുമ്പോൾ നമുക്ക് പ്രസാദം കിട്ടും. ആ പ്രസാദം തന്നെ നമ്മൾ പിന്നത്തെ ആഴ്ച വരെ ആ ചന്ദനം അവർ തന്നിട്ടുണ്ടാവും. അത് നമ്മൾ അതന്നെ കുറി തൊഴാൻ നമ്മൾ ഇതാക്കുക. പക്ഷെ എന്താ വെച്ചാൽ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് കൂടുതൽ കിട്ടുക ചന്ദനം തന്നെ നമ്മൾ കുളി കഴിഞ്ഞ് കുറി തൊടുക. അപ്പോൾ പുഷ്പങ്ങൾ കിട്ടും. ആ പുഷ്പം നമ്മൾ വാടിയ പൂവും ചൂടാലോ. അപ്പൊ നമ്മൾ ആ പൂവ് നമ്മൾ തലയിലും ചൂടാം. പിന്നെ നമ്മൾ പിന്നത്തെ ഇപ്പൊ നമ്മൾ ഈ ശനിയാഴ്ച പോയി വെച്ചാൽ അടുത്ത ശനിയാഴ്ച, ഈ തിങ്കളാഴ്ച പോയി വെച്ചാൽ അടുത്ത തിങ്കളാഴ്ച നമ്മൾ വീണ്ടും അമ്പലത്തിലേക്ക് പോകണം. രണ്ടാമത്തെ ആഴ്ച പോയി നമ്മൾ കഴിക്കേണ്ടത് എന്താണെന്നറിയോ? ശിവസഹസ്രനാമ പുഷ്പാഞ്ജലി, പിന്നെ ഒരു പിൻവിളക്കും. അന്ന് അതാണ് കഴിക്കേണ്ടത്. അപ്പോഴും നമ്മൾ കുളിച്ച് വ്രതശുദ്ധിയോട് കൂടി പോയി അമ്പലത്തിൽ പോയി ഭഗവാനെ പ്രാർത്ഥിച്ച് നമ്മൾ നമസ്കരിച്ച് തൊഴുത ഭഗവാനോട് നമ്മളുടെ ആഗ്രഹം ഒരുപാട് പ്രാവശ്യം നിങ്ങൾക്ക് പറയാം. ഓം നമഃശിവായ, ഓം നമഃശിവായ എന്ന് ചെല്ലണം. അല്ലെങ്കിൽ യും നമഃശിവായ, യും നമഃശിവായ. അത് ശിവനെ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ചെല്ലണം. വെറും നമഃശിവായ പഞ്ചാക്ഷരി മാത്രമാണോ, അങ്ങനെയും ചെല്ലാം. യും നമഃശിവായ എന്ന് കൂടുതൽ ശക്തിയാണ് കേട്ടോ യും നമഃശിവായക്ക്.
അത് ചെല്ലേണ്ടത് ഏറ്റവും ഉത്തമമാണ്. അല്ല ഇനി നമശിവായ മാത്രമാണോ, എന്തായാലും അവിടെ ചെന്നിട്ട് ശിവന്റെ നാമാവലി നമ്മൾ ചെല്ലിന പഞ്ചാക്ഷരി മന്ത്രം നമ്മൾ ചെല്ലി പ്രാർത്ഥിച്ച മനസ്സിരുത്തി പ്രാർത്ഥിച്ചിട്ട് നമ്മൾ രണ്ടാമത്തെ ദിവസം അത് രണ്ടാമത്തെ ആഴ്ചയിൽ നമ്മൾ പോയിട്ട് പ്രസാദവും വാങ്ങി നമ്മൾ തിരിച്ചു പോരുക. എന്നിട്ട് നമ്മൾ ആ പ്രസാദം അതേപോലെ തന്നെ പിന്നത്തെ നമ്മളത് ആ ചന്ദനം തന്നെ നമ്മൾ ഒരാഴ്ച വരെ കുറി തൊടുക, പുഷ്പങ്ങൾ നമുക്ക് മുടിയിലും ചൂടാം, അങ്ങനെ ചെയ്യാം. അപ്പോഴൊക്കെ നമ്മൾ എന്തുണ്ടെന്ന് എപ്പോഴും നമ്മളെ കാര്യം നടന്നതായിട്ട് തന്നെ നമ്മൾ ഭഗവാനോട് എൻ്റെ കാര്യം സാധിച്ചു കിട്ടിയാലോ ഭഗവാനെ തന്നെ പ്രാർത്ഥിക്കണം. എങ്കിൽ നമുക്ക് പോസിറ്റീവ് എനർജി തന്നെ കിട്ടും. ഭഗവാനോട് ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും അല്ല നമ്മൾ പറയേണ്ടത്, നമുക്ക് സന്തോഷവാനായിട്ട് തന്നെ വേണം ഭഗവാന്റെ മുന്നിൽ നമ്മൾ ചെല്ലാൻ. കാരണം നമ്മൾ എന്താണോ നമ്മളെ വെച്ചാൽ അത് തന്നെ നമുക്ക് സംഭവിക്കുന്ന പറയുന്നത്. നമ്മൾ സന്തോഷമുള്ള ഒരാളായിട്ട് ജീവിക്കണം. നിങ്ങൾ കണ്ടിട്ടില്ലേ, എന്ത് വന്നാലും സന്തോഷമായിട്ട് ഇരിക്കുന്ന ഒരാൾക്ക് മരണം വരെ സന്തോഷിച്ചിരിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? ചിലവർ എപ്പോഴും ദുഃഖിച്ച് ഒരു എന്താ പറയുക, ഒരു മുഖമൊക്കെ മ്ലാനമായിട്ട് നടക്കുന്ന ചില ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അവർക്ക് എപ്പോഴും ജീവിതകാലം മുഴുവനെ അങ്ങനെ നടക്കാൻ പറ്റും. അപ്പം നമ്മളെ ഭഗവാന്റെ അടുത്ത് ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് നമ്മളെ സന്തോഷമായിട്ടും സംതൃപ്തിയായിട്ടും തന്നെ തൊഴുതു മടങ്ങണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം, മൂന്നാമത്തെ ആഴ്ചയും കൂടി നമ്മൾ ഇതേപോലെ തന്നെ ചെയ്യണം. അപ്പൊ അവിടെ ചെന്നിട്ട് നമ്മൾ കഴിക്കേണ്ടത് ഇളനീർ അഭിഷേകമാണ് അന്ന് അവിടെ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് പിൻവിളക്ക് തന്നെയാണ്. അപ്പോൾ ഈ പിൻവിളക്കും ഇളനീർ അഭിഷേകവും ചെയ്ത് നമ്മൾ നന്നായിട്ട് തൊഴുത് പ്രാർത്ഥിച്ച് പോന്ന് നോക്ക്. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് നമ്മൾ അടുത്ത വർഷം ആ ദിവസം ആകുമ്പോഴേക്കും നമ്മളുടെ ആഗ്രഹം നടന്നിരിക്കും. അപ്പോൾ ഇത് ഒരുപാട് ആളുകൾക്ക് ഇത് സാധിച്ചിട്ടുണ്ട്. ഈ വഴിപാട് കഴിച്ചിട്ട് അവർ വിചാരിച്ച കാര്യങ്ങൾ സന്താന ലബ്ധിക്ക് വേണ്ടിയിട്ടും, ചിലവർക്ക് ചില ജോലി ആയിരിക്കാം, ചിലവർക്ക് വീടായിരിക്കാം, എന്താണോ നമുക്ക് ഇല്ലാത്തത് അത് നടന്നതായിട്ട് ഭഗവാനോട് പോയി പറയുക. ഭഗവാന്റെ കൃപയാൽ ഇതൊക്കെ നടന്നു കിട്ടിയാലേ ഭഗവാനെ ഒരുപാട് നന്ദി ഉണ്ടെന്ന് നമ്മൾ ഭഗവാനോട് പറയണം. എങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ശിവഭഗവാൻ ക്ഷിപ്രപ്രസാദിയാണെന്ന് എല്ലാവർക്കും അറിയില്ലേ? അപ്പം നമ്മളുടെ അടുത്ത് ഏത് അമ്പലത്തിലാണെങ്കിലും ശിവഭഗവാൻ ഉള്ളിടത്തൊക്കെ നന്ദി ഭഗവാൻ ഉണ്ടെന്നാണ് നമ്മളെ സങ്കല്പം. അപ്പൊ നിങ്ങള് നന്ദി ഭഗവാൻ ഇല്ലല്ലോ, അത് നമുക്ക് എന്താ പറയുക, വടക്കുംനാഥ ക്ഷേത്രം തൃശ്ശൂരൊക്കെയാണ് ഉള്ളത്. അപ്പൊ അവിടെ പോയിട്ട് നമുക്ക് വഴിപാട് കഴിക്കാൻ കുറച്ച് ദൂരാണെന്ന് വിചാരിക്കണം. അടുത്ത് ഏതാണോ ശിവന്റെ അമ്പലം അവിടെ ഒരു പിടി പൂവായിട്ട് നമ്മൾ പോയി ഈ വഴിപാടുകളൊക്കെ നിങ്ങൾ ചെയ്ത് പ്രാർത്ഥിച്ചു നോക്ക്. നിങ്ങൾക്ക് നടക്കാത്ത ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ ഇതെല്ലാവരും ഇത് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ കൂട്ടത്തിൽ ആ ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന ഇങ്ങനത്തെ വിവരങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇനി എന്താ പുതിയൊരു വീഡിയോ ആയിട്ട് ഇതേപോലത്തെ പുതിയ വീഡിയോകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബൈ.